വീട്ടാനുള്ള ഒരു നിവർത്തിയില്ല. ഭയങ്കര ബാധ്യതയും ഞാൻ കിടക്കും. ഇപ്പൊ വേണേലും താഴോട്ട് വരാം അല്ലേ? ഇവിടെ നിങ്ങൾക്ക് അടുക്കള കാണുമ്പോ അറിയാം, ഒന്നുമില്ല ഇവർക്ക് കഴിക്കാനോ കഞ്ഞിയോ കറിയോ ഒന്നുമില്ല. അവർ വീടാറായി നിങ്ങൾക്ക് അറിയാം, ബെഡും ഇല്ല. അവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. ഹലോ നമസ്കാരം, അച്ചായൻസ് കോളേജ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ച. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ചിങ്ങവനം എന്ന് പറയുന്ന സ്ഥലത്താണ്, കോട്ടയം ചിങ്ങവനത്താണ്. ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു മേലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ട് കഷ്ടപ്പെടുന്ന അച്ഛൻ്റെ അമ്മയുടെ കഥ പറയാനാണ്. ഇവിടെ അമ്മ ഈ കൊച്ചിനെ മേലാത്ത ഈ കുഞ്ഞിനെ നോക്കുന്നതുകൊണ്ട് സ്വന്തം ഒരു ജോലിക്ക് പോലും അമ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ആകെ ബുദ്ധിമുട്ട്. വീടിൻ്റെ അവസ്ഥ മോശം, ഓടെല്ലാം ഇളകി, അകത്തൊരു ബാത്റൂം പോലും ഇല്ല. ആകെ ഒരു ബുദ്ധിമുട്ട്. കിടക്കാൻ കട്ടിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ട് ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാം. ബാ ചേച്ചി, നമസ്കാരം. ഇതാണ് നിങ്ങളുടെ വീട് അല്ലേ? മോളൂസേ, അറിയോ അച്ഛനെ? നിങ്ങളെ ഇവിടെ ഞാൻ അറിഞ്ഞു നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം പോലും കഴിക്കുന്ന വേറെ വീടുകളിൽ പോയാണ്. അതുപോലെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവുന്ന ദിവസമായിരുന്നു അല്ലേ? അതുപോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആകെ ഒരു ബുദ്ധിമുട്ടാന്ന് ഞാൻ അറിഞ്ഞു. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നോ? കൊച്ചു സ്വന്തമായിട്ടൊന്നും ചെയ്യല്ല, എല്ലാം ചെയ്തു കൊടുക്കണം അല്ലേ? ചേച്ചിക്ക് ഈ കൊച്ചിനെ വിട്ടിട്ട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. വീട്ടാനുള്ള ഒരു നിവർത്തിയില്ല. ഭയങ്കര ബാധ്യതയും ഞാൻ കിടക്കും. ഇപ്പൊ വേണേലും താഴോട്ട് വരാം അല്ലേ? ഓ സമ്മതിക്കണം. ഇതാണ് വീടിന്റെ അവസ്ഥ. ഓടെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇതാണ് അവസ്ഥ. കഞ്ഞി വയ്ക്കാൻ അരി പോലും ഇല്ലെന്ന് കേട്ടു, കറി ഇല്ലാന്ന് കേട്ടു അല്ലേ? ഇതാണ് ജീവിതം. നമ്മളൊക്കെ മീനോ അല്ലെങ്കിൽ എന്നാ വലിയ സാധനം മേടിക്കാവോ അത്രയും വലിയ കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടുക്കള കാണുമ്പോൾ അറിയാം, ഒന്നുമില്ല ഇവർക്ക് കഴിക്കാനോ കഞ്ഞിയോ കറിയോ ഒന്നുമില്ല. അവർ ഇതുമായിട്ടാണ് ഈ കൊച്ചിനെ വളർത്തുന്നത്. കാരണം അവർക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. കാരണം ഈ കുഞ്ഞിനെ വിട്ട് ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിവില്ല. ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഈ ചേച്ചി തന്നെ നടത്തണം. ഈ ചേച്ചി നടത്തിയിട്ട് ചേച്ചിക്ക് എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുന്നത്? നിങ്ങൾക്ക് കാണുന്ന പോലെ ഒന്നുമില്ല കഴിക്കാൻ അല്ലേ ചേച്ചി? എല്ലാം ശരിയാവും കേട്ടോ. ഇതാണ് കൊച്ചു കിടക്കുന്ന കട്ടിലൊക്കെ അല്ലേ? കട്ടിലൊക്കെ പോയല്ലോ, അടിയെല്ലാം പോയി അല്ലേ? ഓ കഷ്ടം. ഈ കട്ടിലാണ് നിങ്ങൾ കിടക്കുന്നത് അല്ലേ? ഓ ഭയങ്കരം. ഇത് കട്ടിലെന്ന് പറയത്തില്ല അല്ലേ? തൊട്ടില് പോലെയായി. മോളൂസേ, അച്ചായനുള്ളപ്പോ ഒന്നിനും കൊച്ചിനും ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. കട്ടിലെല്ലാം മാറ്റി ഇവർക്ക് നല്ലൊരു കട്ടിലും ബെഡും കൊടുക്കുക കേട്ടോ. നമുക്ക് ഇവർക്കും ഇങ്ങനെ കിടക്കേണ്ട കാര്യമില്ല. ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഭയങ്കര പാടാണ് ഇങ്ങനെ കിടക്കും. കാരണം കട്ടില് ആകെ തൂങ്ങി വീഴാറായി, നിങ്ങൾക്കറിയാം. ബെഡും ഇല്ല. അവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. അപ്പൊ സന്തോഷമായില്ലേ പുതിയ കട്ടിലൊക്കെ കിട്ടിയപ്പം? ഹാപ്പി ആയില്ലേ? മോളിവിടെ ഇരുന്നേ, കുഞ്ഞിവിടെ ഇരുന്നേ. സന്തോഷമായ കൊച്ചിനെ നോക്കുന്നത് തന്നെ. അപ്പം ചേച്ചി ഇരിക്കും ഇവിടെ. ഇനി നിങ്ങൾ ഇവിടെ കിടന്നോ ഉറങ്ങാവുള്ളൂ. നിങ്ങൾ ഈ മോശം കട്ടിലേ കിടന്നോ അല്ലെങ്കിൽ ബെഡോ കിടന്നോ ഉറങ്ങാൻ പാടില്ല. ഇവിടെ കിടക്കാം. ഇതുകൊണ്ട് തീരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഫണ്ടും കൂടെ തരുവാണ് കേട്ടോ. ചേച്ചി ഇത് മേടിച്ച് ഈ ഫണ്ടും വെച്ചും കുറേ കടങ്ങളൊക്കെ മാറ്റണം, മനസ്സിലാവും. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന വരുമാനത്തിലധികം ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം, ഈ കാണുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. പക്ഷെ അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. ഹാപ്പി ആയില്ലേ മോളൂസേ? ഹാപ്പി ആയോ? ഓക്കെ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. അച്ചായൻസ് കോളേജ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ച.